ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ വിവാഹം കഴിക്കണോ വേണ്ടയോ ഇങ്ങനെയൊരു ചോദ്യം ചോദിച്ചാൽ നിങ്ങളുടെ അഭിപ്രായം എന്താ? വിവാഹം കഴിക്കണമെന്നാണോ വിവാഹം കഴിക്കേണ്ടെന്നാണോ? കുറേ ആൾക്കാർ ഇന്ന് വിവാഹം കഴിക്കണ്ട, എനിക്കതിനോട് താല്പര്യമില്ല എന്നാണ് പറയുന്നത്. പ്രത്യേകിച്ച് സ്ത്രീകൾ. ഇപ്പോൾ സ്ത്രീകളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവർ ഇത്രയും നാളും കണ്ടു വളർന്ന ഒരു സാഹചര്യം എന്ന് വെച്ചാൽ സ്ത്രീകൾക്ക് അത്ര അനുകൂലമായിട്ടുള്ള ഒന്നല്ല. വിവാഹം കഴിഞ്ഞാൽ അവർക്ക് അവരുടെ ഇഷ്ടത്തിനുള്ള ഒരു ജീവിതം അവർക്ക് നയിക്കാൻ സാധിക്കില്ല, അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ളൊരു ജോലിക്ക് അവരുടെ ഭർത്താവിൻ്റെ പേരൻസ് അല്ലെങ്കിൽ ഇൻലോസ് അതിനവരെ സമ്മതിക്കത്തില്ല. അല്ലെങ്കിൽ ഇവരുടെ കാര്യത്തിൽ ഭർത്താവിൻ്റെ അപ്പനും അമ്മയും അമിതമായിട്ട് ഇടപെടുന്നു. ഇങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് കൂടുതൽ ആൾക്കാരും ഇതൊന്നും ഇല്ലാതെ ലിവിങ് ടുഗെദർ പോലുള്ള കാഷ്വൽ ഒരു റിലേഷൻഷിപ്പിനാണ് താല്പര്യം കാണിക്കുന്നത്. അല്ലെങ്കിൽ ഈ അടുത്ത കാലത്ത് ഞാൻ ഒരു സിനിമ കണ്ടു, അതിനകത്ത് നായിക പറയുന്നു, അയ്യോ ചേട്ടാ വിവാഹത്തിനാണ് എനിക്ക് താല്പര്യമില്ല, ലസ്റ്റ് ആണെങ്കിൽ കുഴപ്പമില്ല. ലസ്റ്റ് എന്ന് പറയുമ്പോൾ തന്നെ നായകന് മനസ്സിലായി, അതെനിക്ക് എന്ന സംഭവം എനിക്ക് മനസ്സിലായെന്ന് പറയും. അപ്പോൾ ഇതാണ് ഫിസിക്കൽ നീഡ്സിന് വേണ്ടിയിട്ട് മാത്രമുള്ള ഒരു റിലേഷൻഷിപ്പ്. ഇപ്പോൾ ചില കുട്ടികളിൽ അല്ലെങ്കിൽ ചില പെൺകുട്ടികളാണ് ആൺകുട്ടികളാണ് അവർക്ക് ഒന്നിലധികം ഗേൾ ഫ്രണ്ട്സ് അല്ലെങ്കിൽ ബോയ് ഫ്രണ്ട്സ് ഉണ്ട്. ഇതല്ലെങ്കിൽ അവർ കമ്മിറ്റഡ് ആണെങ്കിൽ തന്നെ അവർ ഓൺലൈനായിട്ട് മറ്റ് പലരുമായിട്ട് ഫ്ലേർട്ട് ചെയ്യുന്നത് കാണും. ഇന്ന് എല്ലാം ഒരു ഫണ്ണായിട്ട് ഒരു കാഷ്വലായിട്ട് എല്ലാവരും എടുക്കുന്നത്. ഇങ്ങനെ പോയാൽ മതി, സിനിമയിലാണല്ലോ ഇങ്ങനെയല്ല കാണിക്കുന്നത്, ഇതാണ് നോർമൽ, ഇങ്ങനെ ചെയ്യുന്നതാണ് നോർമലായിട്ടുള്ള കാര്യം. അല്ലാതെ മനുഷ്യൻ ഒരു ഇണയിൽ തന്നെ ആശ്രയിക്കാൻ പറ്റുകയില്ല, അങ്ങനെ ജീവിക്കാൻ പറ്റുകയില്ല, അങ്ങനെയൊക്കെയുള്ള ചിന്താഗതി ഇന്ന് കൂടുതലാണ്. എനിക്കൊന്ന് സോഷ്യൽ മീഡിയയുടെ ഒരു ഏറ്റവും വലിയ മോശം കാര്യമെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള ചില കാര്യങ്ങളെ പ്രൊമോട്ട് ചെയ്യുന്ന വീഡിയോസും ചില സിനിമകളുമാണ് ഈ അടുത്ത കാലത്ത് നമ്മുടെ ഇവിടെ കൂടുതലായിട്ടും കാണുന്നത്. അപ്പോൾ ഇതിനെതിരെയൊന്നും ആരും സംസാരിക്കുന്നില്ല, അല്ലെങ്കിൽ ഇതിനെതിരെ ആരെങ്കിലും സംസാരിച്ചാൽ അവരെ ഒറ്റപ്പെടുത്തുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അത് ഏത് മതത്തിലും ആയിക്കോട്ടെ, ഹിന്ദു മതത്തിലായിക്കോട്ടെ, ക്രിസ്തു മതത്തിലായിക്കോട്ടെ, അല്ലെങ്കിൽ ഇസ്ലാമിലായിക്കോട്ടെ, ഭാര്യ ഭർത്തൃ ബന്ധം എന്ന് വെച്ചാൽ അതൊരു പുണ്യമായിട്ടുള്ളൊരു കാര്യമാണ്. അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ച് അതൊരു കൂദാശയാണ്. വിവാഹം എന്നതൊരു കൂദാശ. ആ കൂദാശയ്ക്ക് നമ്മൾ അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യം കൊടുക്കണം. ഇപ്പോൾ ബൈബിളിൽ തന്നെ പറയുന്നുണ്ട്, പുരുഷൻ അവൻ്റെ മാതാപിതാക്കളെ വിട്ട് സ്ത്രീയോടൊന്നായിത്തീരുന്നു, അവർ പിന്നെ രണ്ട് ശരീരമല്ല ഒരു ശരീരമാണ്, അല്ലേ? ക്രിസ്തു സഭേനെ എങ്ങനെയാണ് സ്നേഹിച്ചത് അതുപോലെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കണം, ഭാര്യമാരോടും അതുപോലെ ഭർത്താവിന് വിധേയരായിട്ട് കഴിയണം, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ വിധേയരായിട്ട് കഴിയണമെന്ന് പറയുമ്പോഴത്തേനും സ്ത്രീകൾക്ക് അത്ര രസിക്കുകയല്ല. അപ്പം ഞങ്ങൾ ഭർത്താവ് എന്ത് പറഞ്ഞാൽ അത് കേൾക്കണോ, ഭർത്താവിൻ്റെ ഇഷ്ടത്തിന് ഞങ്ങൾ ജീവിക്കണോ എന്നൊക്കെയുള്ളൊരു ചോദ്യം നമ്മുടെ ഉള്ളിൽ ഉയരാം. എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, വിവാഹ ജീവിതത്തിൽ അല്ലെങ്കിൽ ദാമ്പത്യ ജീവിതം എന്ന് പറയുമ്പോഴത്തേനും അവിടെ സ്ത്രീക്കും പുരുഷനും തുല്യ പങ്കാളിത്തമാണ് ഉള്ളത്. ഇന്ന് പല ആൾക്കാരും ലിവിങ് ടുഗെദർ പോലുള്ള ഒരു സിസ്റ്റത്തിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അവർക്ക് റെസ്പോൺസിബിലിറ്റീസ് ഏറ്റെടുക്കാൻ താല്പര്യമില്ല. അല്ലെങ്കിൽ കുട്ടികൾ, പ്രാരാബ്ദം, അല്ലെങ്കിൽ കുട്ടികൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അവരുടെ കരിയറിനെ അത് ബാധിക്കും. ഇന്നത്തെ കാലത്ത് ഒരു കൊച്ചിനെ വളർത്തിക്കൊണ്ട് വരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, അല്ലേ? ഇങ്ങനെയൊക്കെയാണ് പലരും പറയുന്നത്. ഇപ്പോൾ എൻ്റെയൊക്കെ അടുത്താണെങ്കിൽ 10-12 മക്കളുള്ള വീട്ടുകാരൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴല്ല, നേരത്തെ. ഇപ്പോൾ എല്ലായിടത്തും 1-2 ഒക്കെ ഉള്ളൂ. ഞാനും ഒറ്റ മകനാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറവ് ഇന്നത്തെ കാലത്തുണ്ട്. പണ്ടത്തെ ആൾക്കാരിലെ ഒരു മനുഷ്യത്വം ഉണ്ടായിരുന്നു, സ്നേഹം ഉണ്ടായിരുന്നു. ഇന്ന് അതൊന്നും ഇല്ലെന്നായിക്കൊണ്ടിരിക്കുക. ഇന്നെല്ലാവരും ഒരു സിനിമയ്ക്കകത്തൊക്കെ പറയുന്ന പോലെ 4 ചുവരുകൾക്കുള്ളിൽ ഒരു മൊബൈൽ സ്ക്രീനിൻ്റെ മുമ്പിൽ ഇങ്ങനെ തനിച്ചൊറ്റപ്പെട്ടു പോകുന്ന ഒരു സമൂഹം ഇപ്പോഴുള്ളത്. പണ്ടത്തെക്കാട്ടും ഇന്നാണ് ഏറ്റവും കൂടുതൽ സൂയിസൈഡ് റേറ്റ് ഉള്ളത്. എത്രയോ പേരാണ് ആത്മഹത്യ ചെയ്യുന്നത്. അതും നിസ്സാര കാര്യത്തിനാണ് പലരും ആത്മഹത്യ ചെയ്യുന്നത്. ആർക്കും ദൈവവിശ്വാസം ഇല്ലെന്നായിക്കൊണ്ടിരിക്കുന്നു. അല്ലെങ്കിൽ ദൈവം ആരാന്ന് ചോദിച്ചാൽ ശരിയാണ്, നമുക്കാർക്കും ദൈവത്തെ കാണാനോ കേൾക്കാനൊന്നും പറ്റത്തില്ല. പക്ഷേ എനിക്ക് ഉറപ്പുണ്ട്, നമ്മൾ ദൈവത്തെ ആത്മാർത്ഥമായിട്ട് അന്വേഷിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ഫീലിംഗ് നമുക്ക് കിട്ടും, ആ ഒരു സമാധാനം നമ്മുടെ ഉള്ളിലുണ്ടാവും. എനിക്കും ജീവിതത്തിൽ ഒരുപാട് ഒറ്റപ്പെടലുകൾ അല്ലെങ്കിൽ വേദനകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഞാൻ ഇന്ന് ഒരിക്കൽ പോലും ദൈവത്തെ മറന്നുകൊണ്ട് ജീവിച്ചിട്ടില്ല. എനിക്ക് അബദ്ധങ്ങളൊക്കെ പറ്റിയിട്ടുണ്ട്. ദൈവത്തെ ഇങ്ങനെയൊക്കെയാണോ ദൈവം നമ്മളോട് ചെയ്യുന്നത്, നമ്മൾ ദൈവത്തെ തേടുമ്പോഴും ദൈവം നമ്മളോട് ഇങ്ങനെയാണോ ചെയ്യേണ്ടതെന്നൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയൊരു കാര്യം, സഹനത്തിലൂടെയാണ് നമ്മൾ ദൈവത്തെ മനസ്സിലാക്കുന്നത്. അതാണ് ദൈവത്തിൻ്റെ ഏറ്റവും വലിയ ഒരു കോമഡി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം അതാ. ദൈവം സഹനം നൽകിയാണ് ദൈവത്തെ നീ ഈ വഴിക്ക് വാ,
ദൈവത്തിൻ്റെ വഴിയെന്ന് വെച്ചാൽ അങ്ങനെയാണ്, സഹനത്തിൻ്റെ വഴികളാണ്. അതാണല്ലോ ബൈബിളിൽ പറയുന്നത്. സ്വർഗത്തിലേക്കുള്ള വാതിൽ അല്ലെങ്കിൽ വഴിയെന്ന് വെച്ചാൽ കല്ലും മുള്ളും നിറഞ്ഞ ഇടുങ്ങിയ പാതയാണെന്നാണ് പറയുന്നത്. ബൈബിളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഇതുണ്ട്, മറ്റേ ഗിദെയോൻ എന്ന് വെച്ചാൽ മഹാപേടിത്തൊണ്ടനായിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ഗിദെയോനെ ഇങ്ങനെ ഒരു നേതാവായിട്ട് ദൈവം ഉയർത്തിക്കൊണ്ട് വരാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുന്നു. അപ്പം ഒരു മാലാഖേനെ ഗിദെയോൻ്റെ അടുത്തോട്ട് അയക്കുന്നു. അപ്പോൾ ഗിദെയോനെ ഒരു ദൗത്യം ഏൽപ്പിക്കുമ്പോഴത്തേനും അയ്യോ കർത്താവേ ഞാനോ, അങ്ങനെ പേടിച്ചുകൊണ്ടാണ് ഗിദെയോൻ മറുപടി കൊടുക്കുന്നത്. അപ്പോൾ ദൈവം നമ്മളിൽ എന്തോ കാണുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്കെല്ലാവർക്കും മനുഷ്യനായിട്ട് ജീവിക്കാൻ ഒരു അവസരം തന്നത്. ഈ ലോകത്ത് മനുഷ്യനായിട്ട് ജീവിക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ തന്നെ വലിയൊരു കാര്യമാണ്. എനിക്ക് തോന്നുന്നു ദൈവത്തിന് ഏറ്റവും ഇഷ്ടമുള്ള ആൾക്കാരാണ് നമ്മളെല്ലാവരും. ഈ വീഡിയോ കാണുന്ന നിങ്ങളും അല്ലെങ്കിൽ ഞാനും ആരും ആയിക്കോട്ടെ. ചിലപ്പോൾ ഈ വീഡിയോ അധികം പേര് കാണണമെന്നില്ല, കാരണം ഞാനിത് അത്ര എഡിറ്റിംഗ് ഒന്നും ചെയ്യാതെ ഇത് ലൈവായിട്ട് തന്നെയാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പോരായ്മയൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു കുറവൊക്കെ നിങ്ങൾ മാറ്റിവെച്ച് ഞാൻ ഈ പറയുന്നത് കേൾക്കുന്നുണ്ടെങ്കിൽ എനിക്ക് ഉറപ്പാണ് തീർച്ചയായിട്ടും ദൈവം നിങ്ങളുടെ ആ ഒരു അവസ്ഥേനെ കാണുന്നുണ്ട്. എനിക്കതാണ് പറയാനുള്ളത്. നമ്മൾ ഏതൊരവസ്ഥയിലാണെങ്കിലും നമ്മുടെ അവസ്ഥയ്ക്ക് കാരണമായിട്ടുള്ള കാര്യങ്ങൾ നമ്മളെ ഒത്തിരി വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ പോലും, അല്ലെങ്കിൽ നമുക്ക് ചില ആൾക്കാരോടുള്ള വെറുപ്പായിരിക്കാം, അല്ലെങ്കിൽ ചില അവസ്ഥ നമുക്ക് പറയാൻ പറ്റാത്ത വേദന ഉണ്ടാകുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ, ആരോടും ഷെയർ ചെയ്യാത്ത കാര്യങ്ങൾ. അപ്പോൾ അതൊക്കെ നമുക്ക് ദൈവത്തോട് ഷെയർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ എന്നെ സംബന്ധിച്ച് ഈശോ എന്ന് വെച്ചാൽ നല്ലൊരു ഫ്രണ്ട് മാത്രമല്ല, ദൈവമാണ്, കർത്താവാണ്, മിശിഹായാണ്. അപ്പോൾ അന്ത്യനാളിൽ വിധിക്കാൻ പോകുന്ന ആളാണ് നമ്മുടെ ഈശോ മിശിഹ. അപ്പോൾ ഞാൻ ഈ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഉപയോഗിച്ചേക്കുന്ന ഈ ഒരു പടം ഇതിൽ എഴുതിയേക്കുന്നത് കണ്ടില്ല, ജീസസ് ഐ ട്രസ്റ്റ് ഇൻ യു, ഈശോ ഞാൻ അങ്ങയിൽ വിശ്വസിക്കുന്നു. അതാണ്, ആ ഒരു വിശ്വാസമാണ് ദൈവത്തിന് വേണ്ടത്. ചിലപ്പോൾ നമ്മൾ ഒരുപാട് വേദനയിലൂടെ ഇങ്ങനെ കടന്നു പോകുമ്പോൾ ദൈവം എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്, അല്ലെങ്കിൽ ദൈവത്തിന് അതിന് ഇഷ്ടമല്ല അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നതൊക്കെയുള്ളൊരു ചിന്ത ഉള്ളിലുണ്ടാവും. എനിക്കങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതൊന്നും ശരിയല്ല. അത് ചെകുത്താൻ നമ്മളെ ദൈവത്തിൽ നിന്ന് അകറ്റാൻ വേണ്ടി കൊണ്ടുപോയിടുന്ന വിത്തുകൾ, അതൊക്കെ എടുത്തു മാറ്റിയിട്ട് ദൈവം നമ്മളെ സ്നേഹിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഈ സഹനം തരുന്നത്. കാരണം സഹനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ ദൈവത്തിങ്കിലേക്ക് തിരിയുന്നത്. കാരണം ഈശോ നമുക്ക് കാണിച്ചു തന്നത് ഒരു സഹനത്തിൻ്റെ ഒരു ജീവിതമാണ്. ഈശോ എന്തേറെ സഹനങ്ങൾ ഏറ്റുവാങ്ങി, ആൾക്കാരുടെ ചവിട്ടും തുപ്പും തൊഴിയും എല്ലാം ഏറ്റുവാങ്ങി. അപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ, കുരിശെന്ന് വെച്ചാൽ അപമാനത്തിൻ്റെ ചിഹ്നമായിരുന്നു ആ കാലത്ത്. അപ്പോൾ ഏറ്റവും ഹീനമായിട്ടുള്ള തെറ്റുകൾ ചെയ്തിട്ടുള്ള ആൾക്കാരെയായിരുന്നു കുരിശിൽ തറച്ച് കൊല്ലുന്നത്. അപ്പോൾ ഈശോ ആ സഹനത്തിലൂടെ, അല്ലെങ്കിൽ ആ ഒരു കുരിശുമരണത്തിലൂടെ അപമാനത്തിൻ്റെ ചിഹ്നമായിട്ടുള്ള കുരിശിനെ പോലും ഇന്ന് വണക്കത്തിന് യോഗ്യമായിട്ടുള്ള ഒരു ചിഹ്നമാക്കി മാറ്റി. ഇപ്പോൾ ഒരു കുരിശ് കാണുമ്പോൾ നമ്മൾ കുരിശ് വരയ്ക്കുമ്പോഴൊക്കെ നമുക്കെന്താ, അതൊരു മോശമായിട്ടുള്ള കാര്യമല്ല, ഈശോനെ സൂചിപ്പിക്കുന്ന ഒന്നാണ് എന്ന് പറഞ്ഞതാണ്. ഈശോയോട് ചേർന്ന് നിൽക്കുമ്പോൾ നമുക്ക് ഈശോയുടേതായിട്ടുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് കിട്ടും. അതിലേറ്റവും വലിയൊരു കാര്യമാണ് സഹനശീലം. നമ്മളെ ജീവിതത്തിൽ സഹനം ഉണ്ടാകുമ്പോൾ ദൈവത്തെ തള്ളിപ്പറയാതെ ദൈവത്തോട് കൂടെ ആയിരിക്കുക, ദൈവത്തോട് ചേർന്ന് നിൽക്കുക.